ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കാബേജും പിന്നെ പയറും കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിനാദ്യമായിട്ട് ഇത് ഒന്ന് അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ. അത് അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ് കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ഇവിടെ തോരൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. കാബേജ് തന്നെ അല്ലെങ്കിൽ പയർ തന്നെ അങ്ങനെ വെക്കാറുള്ളൂ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ച് നോക്കിയിട്ടില്ല. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക്. വെളുത്തുള്ളി കൂടുതലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് കാരണം വെളുത്തുള്ളി കൂടുതലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും വേണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്ര ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. പഴുത്ത പച്ചമുളക് ഉണ്ട് കേട്ടോ. അതാണ് ഈ ക്യാരറ്റിൻ്റെ കളർ പോലെ തോന്നണത്. പഴുത്തു പച്ചമുളക് നല്ല എരിവുള്ള മുളകാട്ടാ. 4-5 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ മുളക് പൊടി ഇട്ടില്ല. അത് കാരണം പച്ചമുളക് മാത്രം കൂട്ടിയിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ കഷ്ണം അരിഞ്ഞ് വെച്ചാണ് അതിലിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് വേവാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് നേരം വേവാനായിട്ട് അടച്ചു വയ്ക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയിട്ടാ. അപ്പോൾ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. കഷ്ണം പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ തേങ്ങ ചിരകി വെച്ചേക്കുന്നത് അതിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റും നന്നായിട്ട്. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. കഷ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ മിക്സ്ഡ് ഉപ്പേരി തോരൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നാളികേരം ഇട്ട കാരണം തോരൻ എന്നാണ് കേട്ടോ പറയുക. നാളികേരം ഇട്ടില്ല, വെറുതെ ഉള്ളി മൂപ്പിച്ചോളാന്ന് വെച്ചാൽ ഉപ്പേരി എന്നാണ് ഞങ്ങൾ പറയുക. ഇതിപ്പോൾ തോരനാണ് വെച്ചത്. തേങ്ങയൊക്കെ ചിരകിയിട്ട് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.